ക്ലൗഡ് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്, കംപ്ലീറ്റ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ സ്കിൽസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. പക്ഷേ ഏത് സ്കിൽസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 3 സ്കിൽസ് ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് വൺ, മാർക്കറ്റിംഗ് സ്കിൽസ്. ഇത് മോസ്റ്റ്ലി ആഡ്സ്, ലാൻഡിംഗ് പേജ്, ക്രിയേറ്റീവ്സിന്റെ ഒക്കെ കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സ്കില്ലാണ്, വിച്ച് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ആൻഡ് ഒരൊറ്റ പാക്കിൽ തന്നെ ഈ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. രണ്ടാമത്തത് വെബ് അസറ്റ് ജനറേറ്റർ. ഇത് നമ്മൾ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഐക്കൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രാൻഡ് അസറ്റ്സിന് അലൈൻ ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലൗഡ് സ്കിൽ ഉപയോഗപ്പെടുത്താം. മൂന്നാമത്തത് ജോബ്സ് ടു ബി ഡൺ. എന്ത് പ്രോബ്ലം വരുമ്പോഴും അതിനെ ഫങ്ഷണൽ, സോഷ്യൽ, ഇമോഷണൽ എന്നുള്ള ലെവലിൽ ഡിഫൈൻ ചെയ്തിട്ട് എങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് ഈ സ്കില്ല് ഹെൽപ്പ് ചെയ്ത് തരും. നാലാമത്തത് ഫ്രണ്ട് ആൻഡ് ഡിസൈൻ. ഇത് ആന്ത്രോപിക് തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പം AI സ്ലോപ്പ് ആണല്ലോ, ഫുള്ള് വെബ്സൈറ്റ്സ് നമുക്ക് കണ്ടാൽ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും AI ഏതാണ്, AI ഇല്ലാതെ ഉണ്ടാക്കിയത് ഏതാണെന്നുള്ളത്. അപ്പം ഈ ഒരു ക്ലൗഡ് സ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ നിങ്ങളുടെ വെബ്സൈറ്റ് AI സ്ലോപ്പ് എന്നുള്ള രീതിയിൽ ഉണ്ടാവില്ല. ആൻഡ് ഫൈനലി അഞ്ചാമത്തത് ക്ലൗഡിന്റെ തന്നെ ഡീപ്പ് റിസർച്ച്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ക്ലൗഡിന്റെ ഉള്ളിൽ തന്നെ ഡീപ്പ് റിസർച്ചിന്റെ ടോഗിൾ ഓൺ ആക്കി കഴിഞ്ഞാൽ മതി. ഏജൻസ് ഇത് ഉള്ളിൽ നമ്മളെ ക്ലൗഡിന്റെ ഉള്ളിൽ തന്നെ പോയിച്ച് ഡീപ്പ് റിസർച്ച് ചെയ്യുന്ന സംഭവമാണ്. അപ്പം മോസ്റ്റ് പവർഫുൾ ആയ സാധനം ഫ്രീ ആണ്, ലൈക്ക് ക്ലൗഡിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സ്കിൽസ് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതും ഏത് രീതിയിലാണ് നിങ്ങളെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതും ഒരു PDF ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം.